ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? അപ്പം എന്നിട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് പോകണം. പിന്നെ എന്നിട്ട് പറയാൻ വന്നേ നമ്മുടെ വീട്ടിലെ എരുമ പ്രസവിച്ചു കേട്ടാ. ഇനി അതിനെ കാണാൻ പോണം. എന്നിട്ടാണ് കണ്ടിട്ടില്ല, പ്രസവിച്ചു എന്നുള്ള വാർത്ത മാത്രം നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇനി അതിനെ കാണാൻ പോണം. ആദത്തിനെ അബ്രുവിനെ കൊണ്ട് കാണിക്കണം അല്ലേ? അബ്രുവിന് കാണണ്ടേ? കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അതൊന്നിട്ട് പറയാന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. കൊണ്ട് കാണിക്കുമ്പോഴുണ്ട് അവൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ അറിയണം. അവൻ മുന്നേ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നിന്ന് കാണാൻ പോണം. നമ്മുടെ എരുമ പ്രസവിച്ചു, നമ്മൾ എരുമേനെ കാണാൻ പോവാം. പാടത്താണ് കിടക്കണം. പുതിയ ഒരാളും കൂടി അങ്ങനെ വന്നു നമ്മുടെ വീട്ടിൽ. എന്നിട്ടാണോ പോണേ? ഒരു കറുത്ത സാധനം. കുട്ട എവിടെ കണ്ട? കുട്ടാട്ടാ പ്രസവിച്ചത് കണ്ടത്? അവിടെ ചെല്ലും കാണില്ലല്ലോ, ശ്രദ്ധിക്കുന്നുള്ളത്. ആ സമയത്തിന് നോക്കാൻ നിനക്ക് തോന്നിയില്ലോ, അതാണ് അല്ലേ? അത് നടക്കും. ഇപ്പൊ ശരിയാ. മാങ്ങ പൊട്ടിക്കാൻ ശ്രമിക്കണ്ട, പക്ഷെ കിട്ടില്ല. വല്ലവരുടെ മാവുമ്പോ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തല്ല് കിട്ടൂട്ടോ. അതിന് പറഞ്ഞ പഴയ ലോകത്തിലേക്ക് പോണു. കിട്ടില്ല, കിട്ടോ? പക്ഷെ മാങ്ങയുണ്ടല്ലോ ഇന്ന്. അതന്നെ. അയ്യോ, വിശർത്തു തന്നെ. കിട്ടി. വേണ്ട, മതി. സാഹസികമായി മാങ്ങ പൊട്ടിച്ചു. വീണാ എപ്പ കിട്ടി പോരെ. മതിയുടെ മോനെ. നമ്മളതേ എരുമേനെ കണ്ടതേ തിരിച്ചു മടങ്ങാൻ. എരുമതേ കുട്ടിയും അവിടെ സുരക്ഷിതമായി നിൽക്കുന്നു. നമ്മളതേ വീടുകളിലേക്ക് പോകുന്നു. താഴ്ത്ത് നോക്കി നടന്നില്ലെങ്കിൽ പാടത്ത് ഇടിഞ്ഞു മുറിഞ്ഞ് വീഴുന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ മാങ്ങയും കിട്ടി. വീട്ടിലേക്ക് പുതിയൊരാളും വന്നു. ന്യൂ മെമ്പർ. നമ്മൾ പാടത്തുനിന്ന് പൊട്ടിച്ചോണ്ട് മാങ്ങ ഉപ്പും മുളക് ഇട്ടിട്ട് കല്ലുമ്മ ചതച്ചുട്ടാ സെറ്റാക്കി. ഹായ്, നന്നായി ഇരിയുണ്ട്. തിന്നോക്കിട്ടാ. നല്ല കല്ലുപ്പിട്ട ചേച്ച സംഭവം അടിപൊളിയുണ്ട്. നല്ലൊരു ഉണ്ട്. നല്ലൊരു ഉണ്ട്. ഞാൻ തിന്നുട്ടാ. ഓക്കെ. അപ്പൊ ആദം എരുമേനെ ഞങ്ങൾ പോയി കണ്ടുട്ടാ. എരുമേനെ കണ്ടിട്ട് ആദം പറഞ്ഞത് കറുത്തൊരു സാധനം വീണെന്നാണ് ആദം പറയണേ. എരുമ എന്ന് പറയണില്ല, കറുത്തൊരു സാധനം അവിടെ കിടക്കേണ്ടത്. അത് നീങ്ങണതായിട്ട് അവൻ കണ്ടു. വലിയ സന്തോഷായിട്ടാ. വലിയ സന്തോഷമായി ആൾക്ക് കണ്ടപ്പോ. ഇപ്പൊ ആര് ചോദിച്ചാലും അമ്മിച്ചിയൊക്കെ നേരത്തെ വിളിച്ചപ്പോ അമ്മിച്ചിയോടും പറയണ്ടേ ഒരു കറുത്തൊരു സാധനം വീണിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പിന്നെ എന്തിനാണ് നാളെ നമ്മളെ കട്ട പോസ്റ്റ് ദിവസം കേട്ടാ. നാളെ കട്ടപ്പ ദിനം. നാളെ ഡെലിഷ് മോന് ഫുള്ളോണ്ടി പോവാം. നാളെ ഡെലിഷ് മോന് എറണാകുളം വരെ പോണം. കൊച്ചി വിസിറ്റ് ചെയ്തിട്ടാണൊക്കെ പറഞ്ഞു പോകണ്ട. എങ്ങനെയാന്ന് എനിക്കറിയില്ല. കൊച്ചിക്ക് പോണെന്ന് പറഞ്ഞിരിക്കണ്ടേ. അപ്പൊ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ആധികാരികമായ കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്ത കാരണം അന്വേഷിച്ചില്ല. എവിടേക്കെങ്കിലും പോയിട്ട് വരട്ടെ വിചാരിച്ചു. പിന്നെ കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പൊ എന്നിട്ടാണ് നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ. ആദം ഇതുവരെ മോന് ഇവിടുന്ന് മാറുന്നില്ല. ഇവിടുന്ന് ഒരു ദിവസം അമ്മാമ്മക്ക് വയ്യാണ്ടായിരുന്നപ്പോ 2-3 മണിക്കൂറൊക്കെ
2-3 മണിക്കൂറല്ല, ഒരു ദിവസം രാത്രി ഉണ്ടായില്ല. പിറ്റേ ദിവസമല്ല വന്നേ അമ്മാമ്മേനെ ഹോസ്പിറ്റലിൽ. ഇവിടെ വെച്ചിട്ടല്ല, എന്റെ വീട്ടിൽ വെച്ചിട്ട്. അന്ന് അങ്ങനെ കറച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ആള് മാറി നിൽക്കുന്നത്. അപ്പം എന്താക്കും സ്ഥിതി എന്താവുന്നത് എനിക്കറിയില്ല. എനിക്ക് ആദത്തിനെയാണ് മെയിൻ പേടിയുള്ളത്. അതാണ് അലമ്പാക്കാൻ സാധ്യത. കാരണം അതുകൊണ്ട് തന്നെ നമ്മള് ഫുള്ള് പ്ലാൻഡ് ആണ്. ഡ്രസ്സ് സാധനങ്ങളൊക്കെ താഴ്ത്തുകൊണ്ട് വയ്ക്കണം. എന്നിട്ടാണ് ഡോറ് തുറക്കണ സൗണ്ട് കേൾക്കാൻ പാടില്ല. കാരണം ആളെങ്ങാൻ അനങ്ങണത് പോണെന്ന് ഇവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ അന്നത്തെ ദിവസമേ പോക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഫുള്ള് പ്ലാൻ ചെയ്ത് നാളെ ഏർലി മോർണിംഗ് പോണതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാനെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇവരിക്കും. അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കില്ല. പോയി വന്നു കഴിയുമ്പോ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. അങ്ങനെയാണ് ഇപ്പൊ വിശേഷങ്ങൾ. അപ്പൊ നാളെ എന്നിട്ട് പറയാ, എന്നിട്ട് ദിവസമാണ് ആശംസിക്കുന്നു. അപ്പൊ ആള് പോയിട്ട് വരട്ടെ, നമുക്ക് നോക്കാലോ എങ്ങനെയായിരിക്കും സ്ഥിതി എന്നുള്ളത്. നോക്കട്ടെ. നീ അലമ്പുണ്ടാക്കോ? എരുമേടെ വയറ്റിൽ നിന്നിട്ട് വീണേ ചാനും. അപ്പൊ ആദ്യം അലമ്പുണ്ടാക്കണ്ടേ, നല്ല കുട്ടിയായിട്ട് കുറുമ്പ് കാണിക്കാണ്ടിരിക്ക. എന്നിട്ട് ചെയ്യണത് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അവര് പറഞ്ഞേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഇല്ലേ, പറയില്ലേ? പട്ടാളം കളിക്ക്. ഡിങ്കിരി പട്ടാളം പാട് കളിക്ക്. ഇല്ലേ, അതിന്റെ അപ്പയോ എങ്ങട് അപ്പ എങ്ങടെ പോയേ? അവരുടെ അപ്പയോ? ചിരിക്കേ. പൊട്ടക്കുട്ടിയെന്നാ നീയല്ലേ? അടിക്കടാ അവരു, അടി കൊടുക്കടാ അവരു. കുറുമ്പനല്ലേ ഒരു കൊടുത്ത അതെനിച്ചിട്ട്. ഓ, മൂക്കിടിച്ചാ, ചൂണ്ടിടിച്ചാ മൂത്ത്. രണ്ടുപേരും നോക്കിയിരിക്കുക അല്ലേ? എന്നിട്ട് സൗണ്ട് എങ്ങനെയാ? അവർക്ക് ഇഷ്ടമായ കാണിക്കല് പരിപാടി കണ്ട. ആ വണ്ടിമേ ഉണ്ടായിരുന്ന സ്റ്റിക്കർ പൊളിച്ച് അവന്റെ മേത്തൊട്ടിച്ച് കളിക്കണല്ലേ അല്ലടാ? എന്നിട്ട് അബുരൂനും കൊടുക്കണ്. ഓക്കെ, പൊളിച്ച് വെച്ചേക്കുന്നത് തന്നെ നോക്കട്ടെ. നോക്കട്ടാ, തല്ല് വെറുതെ പിടിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും. ഇനി നമുക്കേ ചോറിന് കറിതേ നല്ല പയറും കായും ഉപ്പേരി ഉണ്ട്. പിന്നെ അതേ ആദത്തിന് പപ്പടം വേണമെന്ന് പപ്പടം വറുത്തുണ്ട്. പിന്നെ ഉണക്കമീനുണ്ട്. ഇതൊക്കെ ആദ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം ഉണക്കമീനും ആദ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മുമ്പേ ആദ്യ എരിവുള്ള എല്ലാ ഐറ്റംസും കഴിക്കാറുണ്ട്. എന്താ പറയാ, നല്ല എരിവിലെല്ലാം കഴിക്കാറുണ്ട്. ഇവനൊരു പനി വന്നു കഴിഞ്ഞ് പിന്നെ ഒരു എരിവുള്ള സാധനങ്ങളും കഴിക്കില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് എരിവുള്ളത് കൊടുത്താലും എനിക്കറിയില്ല. അത് ഇനിയിപ്പോൾ അവൻ്റെ പൊരിക്കല് ഇവിടത്തെ വരെ തൊലി പോയിട്ടുണ്ട് എന്നിട്ടെന്നറിയില്ല. അല്ലെങ്കിൽ പിന്നെ എരിവ് കുറച്ച് ദിവസം കഴിക്കാഞ്ഞിട്ടായിരിക്കാം. എരിവുള്ളൊരു ഐറ്റംസും കഴിക്കണില്ല. ഭയങ്കര വാശി എരിവ് കഴിക്കല്ല. ഇപ്പം നമ്മൾ എരിവുള്ളത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കും. അതുകൊണ്ട് കൊച്ചിനിപ്പോൾ ഇഷ്ടം മറ്റേ എന്താ പറയുക, നല്ല പപ്പടവും നല്ല ഉണക്കമീനും അതൊക്കെ കൂട്ടി കൊച്ചു ചോറിൻ്റെയുള്ളൂ. അല്ല അതും അല്ലേ? ഇത് ചിരിക്കണേ. ഇവിടെ കുറച്ച് പയറ് നന്നാക്കാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം പയറ് നന്നാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടത്. അപ്പം തുടങ്ങിയ ആശാൻ പയറുമ്മയുള്ള കളിയാ. ചോറുണ്ടോ? ഞാൻ ആദത്തിന് ചോറ് കൊടുക്കലാണ് അടുത്ത പണി. അബ്രുവിന് ഞാൻ രാവിലെ തന്നെ മറ്റെന്താണ് കഞ്ഞി അടിച്ചു കൊടുത്തു. കഞ്ഞി മറ്റേ ക്യാരറ്റും ഇതൊക്കെ ഇട്ടിട്ട് അടിച്ചു കൊടുത്തു. പയറൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ ഇട്ട് അടിച്ചു കൊടുത്തു. നമ്മൾ ഡെയിലി തന്നെ സെയിം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവന് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കും. എന്നിട്ട് കാണിക്കണേ മീൻ വേണോ? മീൻ
വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ അന്വേഷണമില്ല. രാവിലെ എനിറ്റപ്പം അന്വേഷിക്കേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ കൊച്ചിന് മനസ്സിലായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു വലിയ അന്വേഷണം കാര്യങ്ങളില്ല, ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും വലിയ വാശിയിലാണ് ഇങ്ങനെ ആള് പോണ്ട്. എന്തൊരു കാണിക്കണേ? പിന്നെ അപ്പാപ്പൻ വന്നാ മതിട്ടാ, അപ്പാപ്പനെ ഭയങ്കര ഇഷ്ടാ. അപ്പാപ്പൻ വന്നു കഴിഞ്ഞ പിന്നെ ആരും വേണ്ട, അപ്പാപ്പന്റെ കൂടെ കഞ്ഞി കുടിക്കല്. അപ്പാപ്പൻ ഉമ്പയുടെ അടുത്തേക്ക് പോയേക്ക. അതുകൊണ്ട് അപ്പാപ്പൻ വന്നിട്ടില്ല. അപ്പാപ്പ ഇപ്പൊ വരൂട്ടാ, അല്ലേ? കൂർക്കണോ വാങ്ങിക്കണേ? വാങ്ങിക്കി. എവിടേക്ക് പോണേ? അവിടെ പോയി വാങ്ങിക്കി. സൈക്കിളിമേ പോടാ. പിന്നെ നിന്നെ വാങ്ങിക്കണതാ. പോട്ടെ വാങ്ങിച്ച അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്. സാധനങ്ങളില്ല ഇവിടെ, ചെല്ല്. കൊണ്ടായോ? തിരിച്ചു കൊണ്ടായോ? കാശ് വാങ്ങിക്കല്ലേ? കാശ് വാങ്ങിക്ക്. നീ പൊക്കോ. പോക്കറ്റിൽ വെച്ചോ. ഓക്കെ, ശരി. പോയി വാങ്ങിച്ചിട്ട് വാട്ടാ. അമ്മ കാശ് എടുത്തിട്ട് വരാതാ. ഓന് പയറ് വാങ്ങാൻ കാശ് എടുക്കാൻ. പയറല്ല, ആപ്പിള്. കഞ്ഞി കുടിക്കടാ. ആരോടി കഞ്ഞി കുടിക്കണ? അതിനെ അപ്പാപ്പന്റെ കൂടി പിടിച്ചില്ലേ? അയ്യോ, ഉമ്മ കൊടുത്ത ഉമ്മ കൊടുക്കേ. അയ്യോ, ഉറങ്ങിയ ശരിക്ക് കഴുത്തിൽ കെട്ടി പിടിച്ചു കൊടുത്തേ. ഇനി ഇവിടെ ഇരിക്കുക കഞ്ഞി കുടിക്കാൻ. ആദ്യത്തിന്റെ സ്ഥലം എവിടെയാ? സീറ്റ് ഏത്? ഇവിടെയാണോ? അതിന്റെ സീറ്റ് തന്നിട്ടാ. അത് ഇവിടെ ഇരിക്കുള്ളൂ. നീ എന്നിട്ട് വേണ്ട, ചോറ് വേണോ, പുട്ട് വേണോ, ചപ്പാത്തി വേണോ? എന്നിട്ട് വേണ്ടേ ചോറ? എന്നിട്ട് വേണമെന്ന് കഞ്ഞി മതി. ഓക്കെ. അബുരുന് എടുത്തു അപ്പാപ്പൻ. അബുരുന് അപ്പാപ്പ എടുത്തു. അബുരുന് കൊടുക്കണ്ട കഞ്ഞി. എന്റെ പാപ്പൻ, എന്റെ പാപ്പനത് അതാ വണ്ടി കൂടി അപ്പാപ്പനാ. നിന്റെ അപ്പാപ്പ മാത്രല്ല. അല്ലല്ല, എന്റെ ഉണ്ണീല്. ചേട്ടൻ വെള്ളം കുടിക്കുന്നു. ചേട്ടന് തണുത്ത വെള്ളം, ഐസ്ക്രീം, പിന്നെ എന്നിട്ട് ഇഷ്ടം ജ്യൂസ്, തണുത്ത ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടായിട്ട്. മതി, വെള്ളം കുടിച്ച് വയറിറക്കിണ്ട. എന്റെ ചോറുണ്ടല്ലോ അപ്പാപ്പൻ്റെ, അത് വേഗം കഞ്ഞി കുടിക്കട്ടാ. നല്ല രസണ്ടാ? നല്ലതാ? ഓക്കെ മീമി ഇരിക്കണ്ട കുറുമ്പ ചേട്ടൻ. ചിരിച്ചേതം പല്ലിയാട്ടിയെ നാക്കാ ടിബിയാ. ടിബി വെച്ചിണ്ട്. അതെവിടെ പോണേ? ഷർട്ട് എടുത്തോടുന്നുണ്ടല്ലോ പാപ്പന്റെ. മിണ്ടില്ലപ്പവൻ. ആദം പോണ്ടാ? ഞാൻ എവിടേക്ക് പോണേ? ആനേലെ കാണാൻ പോണ്ടാ? വെമ്പക്കോ. പിന്നെ അവൻ സമ്മതിച്ചു തന്നെ. തൊപ്പി കഴുകിയിട്ടു ഞാൻ. തൊപ്പിയില്ല, അതല്ലെങ്കിൽ ഇവിടെ നിന്നാ പാപ്പൻ പോയിട്ട് വരട്ടെ. വേണ്ടാന്നാ? ആനേനെ കാണാനൊന്നല്ല പാപ്പ പോണ കടയിലേക്ക്. തൊപ്പി കഴുകിട്ടോ? അമ്മ കഴുകിട്ടു. അവനെ ഹെൽമെറ്റ് വെച്ച് കൊടുക്കാം. അപ്പാപ്പന് ഹെൽമെറ്റ് മതിയാ? ചെരുപ്പ് ഇവിടെ വരെയല്ലേ പോണുള്ളൂ. എവിടെ നിക്കണ? ഫ്രണ്ടിലാ? പാപ്പ എന്നെ എടുക്കാൻ പോക്കോട്ടെ. പാപ്പ പോക്കോട്ടെ. നീ ഇവിടെ നിന്നോ? ഒയ്യോ, പാപ്പ
എന്റെ മോനെ നല്ല വെയില നന്നായിണ്ട് തുടങ്ങി ഓണടി എന്നിട്ട് കണ്ടാതാ എന്നിട്ടിനെ കണ്ടേ കിളിയുടെ കണ്ടത് ഗേറ്റ് അടച്ചോട്ടാ അപ്പനോട് നിന്നാ നിന്നാ കിളി അമ്മ കിളി എവിടെയാ കിളി ജീവനുണ്ട കിളിക്ക് ജീവനുണ്ട വർത്താനം പറഞ്ഞ അതിനോട് വർത്താനം പറഞ്ഞ അത് പറഞ്ഞില്ലേ അപ്പൊ കാടുകളടുത്ത് മുട്ടയില്ലേ അല്ലാതെ മുട്ടയുണ്ട് അവിടെ കിളിയുടെ കാടാ കുഞ്ഞു കാടാ കാടാ പോയ പോലെയല്ലേ വന്നേന്ന് തുറന്നിട്ടില്ലേ നല്ല രസമുണ്ടായി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരലമ്പൊന്നും ഉണ്ടാക്കിയില്ല എന്നിട്ട് എന്തായി വെള്ളം വേണോ അപ്പച്ചന് ചൂടെടുത്തിട്ട് ആദമ ചെറുത്തേക്ക് നോക്കി ഇതാരതോ അപ്പ ഇത് പൈന്ന് വന്നാ അബുറ് വിശർത്ത് കുളിച്ചു കറണ്ടില്ലേ അവിടെ ഇതാവണല്ലോ ഡയറി മിൽക്കിന്റെ മിഠായ വേണ്ടെങ്കിൽ ഇടുന്നു വേണ്ടല്ലോ വേണ്ടല്ലോ പൊക്കോ ഞാൻ തിന്നോളാട്ടാ നമുക്ക് ഇന്ന് ഇവിടെ കറണ്ട് ഇല്ലെന്നേ എന്തോ പണി നടക്കണ കാരണം കറണ്ട് പോയേക്കാ ഇൻവെർട്ടറിലെ ചാർജ് കഴിഞ്ഞത് എപ്പം പണ്ടത്തെ കാലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ വെള്ളം കുരന്തേ വെള്ളം അതോടെ തിന്നു അപ്പൊ വെള്ളം കോരി തിന്നത് കുടിച്ചോ കുച്ചു ആ ഞാന് ആ എന്നിട്ട് ഇവിടെയാ അപ്പൊ കിണറ്റിലെ വെള്ളം കോരുമ്പോഴേക്കും കറണ്ട് മിക്കത് വരും ആദ്യം എന്നിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞ അപ്പോട് അപ്പാപ്പന്റെ കൂടെ പോയി ആ അപ്പാപ്പന്റെ കൂടെ പോയി ആദ്യം എന്നിട്ട് വാങ്ങിച്ചേ ആ കിളി ആ എത്ര വാങ്ങിച്ചോ മൂഞ്ഞ് എന്തായി കഴുകിയ അവര് നോക്കിയത് അപ്പ വന്നുടി അപ്പ വന്നു അവര് ഉറങ്ങായിരുന്നു അപ്പനങ്ങനെ വെള്ളം കോരി വിജയകരമായി എന്നിട്ട് ഒന്നും കഴിച്ചിരുത്താനായിട്ട് പാവ സ്നേഹനിധി ഭർത്താവ് ഭാര്യക്ക് തരാണ്ടെന്ന് കഴിക്കില്ലേതാണോ അത്ര വേണമായിരുന്ന തള്ളു ചോറിന് ഇന്നലെ രാത്രി ഇവൻ ഞാൻ പോണത് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഷർട്ടും ജീൻസും ഒക്കെ താഴത്ത് കൊണ്ടു വെച്ചു കേട്ടാ ഷോക്സ് എടുക്കാൻ മറന്നു എന്നിട്ട് അങ്ങനെ കാലത്ത് ഞാൻ ടോർച്ചെടുത്ത് പോയി ഷോക്സ് എടുത്തു അപ്പോൾ ഇവൻ അറിഞ്ഞിട്ടില്ല അതിന് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5 മണിക്ക് അലാറാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ 5 മണിക്കല്ല 5:10 കറക്റ്റ് 5 മണിയായിപ്പോൾ ഇവൻ എൻ്റെ അടുത്തിരുന്നു ഒറ്റക്കരച്ചില്ല പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് പാടിയിട്ടാണ് അത് ഞാൻ എനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവളും അപ്പുറം മുകളിൽ കിടക്കണേ അത് കഴിഞ്ഞ് ഞാൻ ഷോക്സ് എടുക്കാൻ വന്നപ്പോൾ ആദ്യം മുകളിൽ കിടക്കണേ അപ്പൊ അവൻ എന്നെ എവിടെയൊന്നും നോക്കിയില്ല എന്ന് പറഞ്ഞേ അന്വേഷിച്ചില്ലല്ലോ എന്നെ അന്വേഷിച്ചില്ല വേഗം കയറിയപ്പോഴേക്കും ഞാൻ കയറ്റി പിടിച്ച് കിടത്തി അപ്പൊ കിടന്നുറങ്ങി അപ്പൊ കറക്റ്റ് അതെന്നെ ഞെട്ടിച്ചു അതായത് ഇവക്ക് അറിഞ്ഞ സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കി 5 പിടിച്ചു അതായത് കൊച്ചിന് ഉത്തരവാദിത്തമുണ്ട് അത്രയും ഉത്തരവാദിത്തമുണ്ട് കറക്റ്റ് 5 മണിക്ക് എന്നെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചു അബ്ബർ നല്ല കറന്നു അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവനോട് എന്തെങ്കിലും അത് ഞാൻ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പാപ്പൻ ഇവ 2 മണിക്ക് എനിക്കെന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞാണ് ഉറങ്ങാൻ പോണ സമയത്ത് കറക്റ്റ് 2 മണി അവന് ഉത്ബോധ മനസ്സിൽ കേൾക്കാൻ ഉപഭോഗ മനസ്സിൽ അവൻ അറിയുന്നുണ്ട് എല്ലാരും ഉറങ്ങായിരിക്കും പക്ഷെ അവൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് എന്നെ അതിശയിപ്പിച്ചിട്ട് ഇന്നും അത് ഭയങ്കര സംഭവമായത് അപ്പ എന്നിട്ടാ പറയാ വന്നേ
എങ്ങനെയുണ്ടായി എന്റെ ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാ വാശി പിടിക്കലാദം രാവിലെ എനിക്ക് കഴിഞ്ഞപ്പോ തന്നെ എന്നോട് അപ്പ എന്ത് ചെയ്യുന്നു വെച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പ ബാത്റൂമിൽ പോയേക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ ഇവിടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും വണ്ടി അവിടെ ഉണ്ടോന്ന്. വണ്ടി എടുത്ത് പോകുമ്പോഴുള്ള വല്ലയിടത്തേക്കും പോവാറ്. അപ്പൊ കൊച്ചു നോക്കുമ്പോ വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ കൊച്ചിന് സമാധാനായി. അത് കഴിഞ്ഞ് പിന്നെ ഫോൺ വിളിക്കണ കേട്ടു. ഫോൺ വിളിക്കണായിട്ട് കഴിഞ്ഞപ്പോ ആദ്യം ഭയങ്കര അലമ്പായി, കരച്ചില് ബഹളായി. പിന്നെ എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ കറണ്ട് ഉണ്ടായില്ലല്ലോ. പിന്നെ കറണ്ട് ഉണ്ടായില്ല. അതാണ് മെയിൻ ഇത് പ്രശ്നം വന്നത്. അപ്പൊ കാരണം രാവിലെ എനിറ്റപ്പോ ആളെ അവൻ കണ്ടിട്ടില്ല. എന്നാലും അവൻ ഓർത്തു കണ്ടിട്ട് പോവാണെങ്കിൽ കുറച്ചും കൂടി വാശി ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെ കണ്ടില്ലല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഇങ്ങനെ തള്ളിപ്പോയി. പിന്നെ പണികള് കുറച്ച് ഇങ്ങോട്ട് മാറിയതുള്ളൂ. എന്നിട്ടാണ് നമ്മള് വിചാരിക്കുന്ന പണികൾ ആ സമയത്ത് നടക്കില്ല. അതായത് ഇന്ന് കറി വെക്കാനൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ ലേറ്റായി. കറി വെക്കാൻ വേണ്ടിട്ട് അല്ല, കറി വെക്കാനായിട്ട് കൂർക്ക നന്നാക്കാൻ നമുക്ക് ഒരുപാട് ടൈം വേണ്ടേ. അപ്പൊ അത് നന്നാക്കി ഫുള്ള് തീർന്നില്ല. അതിന് മുൻപ് പിന്നെ അമ്മിച്ച ഉള്ളത് എടുത്ത് വെച്ചിട്ട് കറിയൊക്കെ വെച്ചു. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെറുതായിട്ട് നടന്നു. പിന്നെ കുറച്ച് പണികൾ അങ്ങോട്ട് ഇങ്ങോട്ട് വലഞ്ഞു. എനിറ്റോ അപ്പൊ തന്നെ എനിറ്റോ വന്ന വശം തന്നെ അവൻ എനിറ്റോ മിഠായിയൊക്കെ വാങ്ങിച്ചു. പിന്നെ അപ്പന്റെ പിന്നാലെ പിന്നെ ആശാന്തി ഇപ്പൊ കളിക്കാൻ പോയിട്ടുണ്ട് കൂട്ടുചേട്ടൻ. ഹാൻഡിൽ ചെയ്തു. എന്റെ ദൈവമേ അങ്ങനെ. പിന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. അല്ല ഇവന്റെ മാന്തലും സൗണ്ടാണ് എന്റെ പൊന്നെ. മാതി ഇത് ഇവിടെയൊക്കെ പൊട്ടിച്ചേക്കാ. അത് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക. അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.